സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബല്ലയാണെങ്കിൽ കെവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ് ഇതുവരെയും കണ്ടിട്ടുള്ളത്. എന്നിൽ നിന്നാണ് നീ ഇത്ര വലിയ സത്യം മറച്ചു വെച്ചതെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ ഇസബല്ല, നീ ഇങ്ങനെ കടന്ന് ചിന്തിക്കല്ലേ. ഇപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരിക്കലും ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. ഇല്ല കെവിനെ, എനിക്ക് നിന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ ആയിരിക്കണം എല്ലാ സത്യങ്ങളും ആ ദേവികയോടും ശാരിക വഴി അറിയിച്ചതെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും അരുത്. എനിക്ക് ശാരികയെ ഇഷ്ടമാണ്, അത്രമാത്രം. പക്ഷേ നീ ചിന്തിക്കുന്നതിലും വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ശാരികയുമായിട്ടുള്ള എൻ്റെ വിവാഹം നടക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലെ രഹസ്യങ്ങൾ ചോർക്കാനായിട്ട് ഞാൻ ശാരികയെ ഉപയോഗിക്കും. അവൾ വഴി നിനക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ, ഒന്ന് നിർത്ത്, എനിക്ക് നിന്റെ ഒന്നും കേൾക്കണ്ട, എനിക്കെന്തോ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസബല്ലയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. കെവിനാണെങ്കിൽ അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയുന്നില്ല. ശേഷം മുരളിയോട് ആദ്യം തന്നെ പോകാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ച സ്ഥലത്തേക്ക് പോകണ്ട എന്നും DGPയുടെ ഓഫീസിലേക്ക് പോയാൽ മതിയെന്നും പറയുമ്പോൾ, അയ്യോ ദേവിക, ഇന്നലെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അത് മുരളിയേട്ടാ, തീരുമാനങ്ങൾ എല്ലാം മാറി. കഴിഞ്ഞ ദിവസം ശരിയാണെന്ന് കരുതിയതൊക്കെ ഈ ദിവസം തെറ്റാണെന്ന് തോന്നി തുടങ്ങിയെന്ന് പറയുമ്പോൾ, എന്താ ദേവിക ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്ത് പറ്റിയെന്ന് ഇങ്ങനെ മുരളി ചോദിക്കുന്നു. മുരളിയേട്ടൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്താ ദേവിക, ഞാൻ അറിയാൻ പാടാത്ത കാര്യങ്ങൾ എനിക്കും അറിയാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ, എല്ലാം മുരളിയേട്ടനോട് പറയാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാ മറച്ചു വെക്കുന്നത്, എല്ലാം അങ്ങ് തുറന്ന് പറഞ്ഞൂടെ. പറയാൻ മുരളിയേട്ടാ, സമയമായിട്ടുണ്ട്. നമ്മൾ കരുതിയ പലതും ഇന്ന് ശരിയല്ല. ഒരുപാട് രഹസ്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞെന്നിങ്ങനെ പറയുമ്പോൾ, മുരളിയാണെങ്കിൽ വീണ്ടും വീണ്ടും ദേവികയോടത് ചോദിക്കുന്നു. അങ്ങനെ ദേവികയാണെങ്കിൽ DGPയെ കണ്ടുവന്ന് സിദ്ധാർത്ഥനെ കാര്യങ്ങളൊക്കെ അറിയിക്കണം. DGPക്ക് അച്ഛനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇനിയും മറക്കാൻ സാധിച്ചിട്ടില്ല. നല്ലൊരു കടപ്പാടാണ് അദ്ദേഹത്തിന് അച്ഛനോടുള്ളത്. അച്ഛനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ, പണ്ട് ഞാൻ അയാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ, അതായിരുന്നു. പക്ഷേ അതിപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാകുമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കാൻ വഴിക്ക് പോയില്ല മോളെ എന്നൊക്കെ പറയുമ്പോൾ, സാരമില്ല അച്ഛാ, എല്ലാം കൊണ്ടും ഞാൻ അദ്ദേഹത്തോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഋഷിയെ കാണാതായതിന് പിന്നിലും അതുപോലെ ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചത് ഇസബലയും കെവിനാണെന്നൊക്കെ തന്നെ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് DYSPയെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ടെന്നും അതുപോലെ ഒരു സ്പൈ പോലീസിനെ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വലിയ വാർത്തയാക്കിയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുകയുള്ളൂ എന്നും, അതുപോലെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഫോഴ്സിനെ അദ്ദേഹം റെഡിയാക്കിയിരിക്കുന്നത്. മാത്രമല്ല SP ഓഫീസിൽ മീറ്റിങ്ങും വിളിച്ചു ചേർത്തു എന്നൊക്കെ പറയുമ്പോൾ, അപ്പം പിന്നെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായല്ലോ എന്നൊക്കെ ഇങ്ങനെ സിദ്ധാർത്ഥം പറയുന്നു. അതെ അച്ഛാ, ഒരു പ്രതീക്ഷയുണ്ട്. നന്ദനെ എന്തായാലും നമുക്കിത് തിരിച്ചു കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് പ്രഭാവതി വരുന്നുണ്ട്. ഇതൊക്കെ കേട്ട് പ്രഭയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമൊന്നുമില്ല. പ്രഭയെ DGPയെ കണ്ടു എന്നാണ് പറയുന്നത്. തനിക്കൊന്നും പറയാനില്ലേ? പ്രത്യേകിച്ച് എന്താ പറയാൻ, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ഇതുവരെയും പറഞ്ഞത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നിങ്ങനെ പ്രഭാവതി പറയുമ്പോൾ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ദേവിക ചോദിക്കുകയാണ്. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടില്ല എനിക്ക്? എന്താ അമ്മേ, ഞാൻ DGPയെ കണ്ടത് തെറ്റായിപ്പോയോ? ദേവിക, നീയുമായിട്ട് തർക്കിക്കാൻ ഞാൻ ആളല്ല. തെറ്റോ ശരിയോ അതെനിക്കറിയില്ല. പക്ഷേ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇനിയും പറയാനുള്ളൂ. എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് കാണിച്ചതാ. അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് അതേ കാലം സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നൊക്കെ പറയുമ്പോൾ, അമ്മേ ഞങ്ങളെല്ലാവരും അതിന് പുറകെ തന്നെയല്ലേ. മോളെ, നീ അമ്മയുമായിട്ട് തർക്കിക്കാൻ നിൽക്കണ്ട എന്നിങ്ങനെ സിദ്ധാർത്ഥം പറയുമ്പോഴേക്കും ദേവികയുടെ ഫോണിലേക്ക് ശാരികയുടെ കോള് വരികയാണ്. അങ്ങനെ അവിടെ നിന്ന് ദേവിക പോകുന്നുണ്ട്. ഈ സമയം സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയോട് ചോദിക്കുകയാണ്, എന്താ പ്രഭ ഇതെന്ന്. ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ദേവികയാണെങ്കിൽ, എന്താ ശാരി, എന്താ വിളിച്ചത് ചോദിക്കുമ്പോൾ, ചേച്ചി ആ കെവിൻ വിളിച്ചിരുന്നു, അത്യാവശ്യമായിട്ട് എന്തോ കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്താ അവനിത്ര അത്യാവശ്യം? ശൃംഗരിക്കാൻ തന്നെ ചേച്ചി. അവസാനം ഔട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ. ചേച്ചി, ഞാൻ എന്താ ചെയ്യണ്ടേ? പോണോ? നീ പോണ്ട, കുറച്ച് വെയിറ്റ് ഇട്ട് നിൽക്ക്. വിളിക്കുമ്പോൾ പോയി കഴിഞ്ഞാലേ ഒരു പക്ഷേ സംശയം തോന്നുമെന്ന് പറയുമ്പോൾ, ശരി ചേച്ചി, എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. അവനെ വിളിച്ച് പറഞ്ഞേക്കാം, അവൻ്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് ശാരികയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുക. അങ്ങനെ ദീപിക അതൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ കാഴ്ച കണ്ട് ഷോക്കാവുന്നത്. പ്രകാശാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിൻ്റെ പരിസരത്ത് കറങ്ങി തിരിയുന്നു. ദേവിക അവനെ കണ്ടയുടൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്താ, എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ, ദേവി, നിന്നെ കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ഓ, ഇപ്പോൾ പഴയ ദേവികയല്ല അല്ലേ, MLA ആണല്ലോ മാഡം. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി വന്നതാ. പ്രകാശ്, നീ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടതാണ്. എന്തായാലും നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. എല്ലാ കാര്യങ്ങളും നിയമം തീരുമാനിക്കും. ഇനി നീ കടന്ന് ഇവിടെ വന്ന് കഥകൾ പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ,
മാഡം അങ്ങനെയല്ല. നന്ദനെ കാണാതായ വിവരം അറിഞ്ഞു. ഉറപ്പായിട്ടും അവനെ കണ്ടെത്താൻ പറ്റും. ഞാൻ സഹായിക്കണമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെന്താ പ്രകാശ് അങ്ങനെ പറഞ്ഞേ? പ്രകാശിനറിയോ നന്ദൻ എവിടെയുള്ളതെന്ന്? ഇല്ല. പിന്നെങ്ങനെ ഇപ്പോൾ പറയാൻ സാധിക്കുന്നു? അല്ല, ഞാനും കൂടി ആത്മാർത്ഥമായിട്ട് കൂടാമെന്നാ ഉദ്ദേശിച്ചത്. അതൊന്നും വേണ്ട. ഞങ്ങൾക്കേ ഞങ്ങളുടെ രീതിയിൽ അന്വേഷിക്കാൻ അറിയാം. എന്തായാലും അതാരാണെങ്കിലും നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്നൊക്കെ പറയുമ്പോൾ പ്രകാശാണെങ്കിൽ ഒരു കള്ളപ്രാർത്ഥനയിലൂടെ പറയുന്നുണ്ട്, ആ എത്തിക്കണം, അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. നിയമത്തിന് മുന്നിൽ അവരെത്തണം എന്നൊക്കെ പറഞ്ഞ് പ്രകാശ് ഒരു ഡ്രാമ കളിക്കുകയാണ്. എങ്കിൽ ശരി, പ്രകാശ് പോയിക്കോ. ദേവിക എൻ്റെ ഭാഗം ശരിയാണെന്ന് വൈകാതെ തന്നെ തെളിയുമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തെളിയുന്ന സമയത്ത് തെളിഞ്ഞാൽ മതി. തെളിഞ്ഞിടത്തോളം ഞങ്ങൾ അറിഞ്ഞതല്ലേ അരുന്ധതി, അവരെ വിശ്വസിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പ്രകാശ് പറയുന്നു. അങ്ങനെ അരുന്ധതിയും സി പിയും ചേർന്ന് കെവിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് കെവിനെ ചോദ്യം ചെയ്യുകയാണ്. എന്തിനാ ദേവിക നിന്നെ വിളിച്ചു വരുത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ, മാഡം ഞാൻ പറഞ്ഞല്ലോ അത് നന്ദനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി തന്നെയാണ്. മാഡം ഋഷിയെക്കുറിച്ച് എന്നെ ചോദിക്കാനായിട്ട് വിളിച്ചു വരുത്തുന്നില്ലേ? അതുപോലെ തന്നെ കെവിൻ നീ അഭിനയിക്കുകയാണ്. ഒരിക്കലല്ല, എന്തോ വലിയ സത്യം നിങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടെന്നൊക്കെ ഈ ഹരിതയും സി പിയും പറയുമ്പോൾ, ഇല്ലെന്നേ, എത്ര പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെവിൻ ആണെങ്കിൽ ദേഷ്യപ്പെടുമ്പോൾ, നിർത്തടാ, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നിങ്ങനെ സി പി ചോദിക്കുന്നു. പിന്നല്ലാതെ അറിയാത്ത കാര്യം വെറുതെ ചോദിച്ചാൽ എന്ത് ചെയ്യാനാ, ഞാൻ ദേഷ്യപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഇസബല്ല, അവൾ വിശ്വസിക്കരുത്, നീ അറിയാതെ അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അരുന്ധതി പറയുമ്പോൾ, ഇസബല്ലയ്ക്കും ഒന്നും അറിയില്ല മേഡം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പോകാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സി പി തടയുന്നുണ്ടെങ്കിലും കെവിൻ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ സി പിയോട് ഹരിണതി ചോദിക്കണം, അല്ല സി പിക്ക് എന്താ തോന്നുന്നത്, ഇതിൽ എന്തെങ്കിലും നാടകമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്തായാലും കെവിനും ഒന്നും അറിയുന്ന ലക്ഷണമല്ല മാഡം, പക്ഷേ ആ ഇസബല്ല അവളെ സംശയിക്കണമെന്നിങ്ങനെ പറയുകയാണ്. പിന്നീട് അവസാനം നമ്മുടെ ദേവികയാണെങ്കിൽ എസ്തപ്പാൻ ചേട്ടനെയും കൂട്ടിയിട്ട് അരുന്ധതിയുടെ വീട്ടിലേക്ക് വരികയാണ്. അരുന്ധതിയാണെങ്കിൽ എസ്തപ്പാനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ വഴിയെ പരിചയപ്പെടുത്താമെന്നും ദേവിക പറയുന്നു. അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ആ വന്നോ എന്നങ്ങനെ പറഞ്ഞ് ക്ഷണിക്കുകയാണ്. അല്ല മേഡം, മേഡം ഇപ്പോൾ സ്വന്തം മകനെ കണ്ടെത്തതിന് ടെൻഷനാണെന്ന് അറിയാം. മകൻ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ കാണാത്തതിൻ്റെ ടെൻഷനിലുമാണ്. എനിക്ക് എൻ്റെ ഭർത്താവ് എവിടെയാണെന്ന് അറിയണം. സത്യം പറയും മാഡം, മേഡത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ, എന്താ ദേവിക പോലീസിൻ്റെ പണി നീ ഏറ്റെടുത്തോ എന്നിങ്ങനെ അരുന്ധതി കളിയാക്കുന്നു. എന്താ മേഡം ചെയ്യുക, ഏറ്റെടുക്കേണ്ടി വരുമല്ലോ. നന്ദു ആദ്യമൊന്നും ഋഷിയെ കൊന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഋഷിയുടെ അസ്ഥികൂടവും മറ്റും നമുക്ക് കണ്ടെത്തണം. ഇതൊക്കെ കേട്ട് അരുന്ധതിക്കാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ദേവികയാണെങ്കിൽ വീണ്ടും വീണ്ടും കുത്തി കുത്തി പറയുന്നുണ്ട്, ഋഷിയുടെ അസ്ഥി നമുക്ക് പെറുക്കി ഈ പറയുന്ന അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടേ മാഡം, ബലിയിടേണ്ടേ, അവനെ ആ ശരീരം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ അരുന്ധതിയിലുണ്ടാകുന്ന ആ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് ദേവികയും എസ്തപ്പാനും തിരിച്ചറിയുകയാണ്. അതോടുകൂടിയിട്ട് അവരും മനസ്സിലാക്കുന്നുണ്ട് കേട്ടതും അറിഞ്ഞതൊക്കെ തന്നെ സത്യമാണെന്ന്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിടിലൻ